السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വിശുദ്ധമായ റമളാനു ഷരീഫിൽ 29 നോമ്പ് നല്ല റാഹത്തായി അനുഷ്ഠിക്കുകയും അതിനോടനുബന്ധിച്ച് തുടർന്ന് വന്ന പവിത്രമായ പെരുന്നാൾ സുദിനം ആഘോഷിക്കുകയും ചെയ്തവരാണ് നാം. അൽഹംദുലില്ലാഹ്, ഇത്ര വലിയ കഠിനമായ ചൂടുണ്ടെങ്കിലും അതൊന്നും തന്നെ നമുക്ക് നോമ്പനുഷ്ഠിക്കുന്നതിന് തടസ്സമായി നിൽക്കാതെ നല്ല സന്തോഷത്തോടുകൂടി നോമ്പ് അനുഷ്ഠിച്ച് തീർക്കുവാൻ തൗഫീഖ് ചെയ്ത അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇനി ഈ വിശുദ്ധമായ പെരുന്നാൾ ദിനം അത് സന്തോഷത്തോടുകൂടി കഴിച്ചു കൂട്ടിയ ശേഷം നാളെ മുതൽ ഒരു 6 നോമ്പ് കൂടി നമുക്ക് സുന്നത്തായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. ഈ 6 നോമ്പ് സുന്നത്തായി കൽപ്പിച്ചത് മാത്രമല്ല, ഇതിന് വലിയ മഹത്വങ്ങളും 1 വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ച പ്രതിഫലവും അവനിക്ക് ലഭിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ സ്വാമ റമളാന വ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാലിൻ കാന കസിയാമിദ് ദഹർ. വിശുദ്ധമായ റമളാൻ നോമ്പ് മുഴുവനും അനുഷ്ഠിക്കുകയും അതിനോട് തുടർന്ന് വരുന്ന ശവ്വാൽ മാസത്തിൽ നിന്നുള്ള 6 നോമ്പ് നോൽക്കുകയും ചെയ്ത ഒരാൾ വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നോമ്പിന് വലിയ മഹത്വമുണ്ട്. നാം ബൈനോമ്പ് എന്ന് പറയുന്ന ഈ 6 നോമ്പ് നോറ്റാൽ ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വരെ വരവേൽപ്പ് ലഭിക്കും എന്നാണ്. നമ്മുടെ പരലോകത്തെ 1ാമത്തെ വീട് ഖബറാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. വീടുകളുടെ കൂട്ടത്തിൽ 1ാമത്തെ വീടാണ് ഖബർ. അവിടെ ചെല്ലുമ്പോൾ വരവേൽപ്പ് ലഭിക്കാൻ കാരണമാകുന്ന നോമ്പാണ് ഈ ശവ്വാലിന്റെ 6 നോമ്പ്. പ്രമുഖ പണ്ഡിതനായ സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു 3 വർഷത്തോളം മക്കയിൽ താമസിച്ച സമയത്ത് വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് മക്കക്കാരനായ ഒരു ചെറുപ്പക്കാരൻ വരാറുണ്ടായിരുന്നു. ളുഹറിന്റെ സമയമായാൽ അദ്ദേഹം വരികയും നിസ്കരിക്കുകയും തവാഫ് ചെയ്യുകയും ഒക്കെ ചെയ്ത് മടങ്ങിപ്പോകും. ഒരു ദിവസം അദ്ദേഹം സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹുവിനോട് വന്ന് സലാം പറയുകയും അദ്ദേഹത്തോട്, ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുകയും മറ്റ് മരണാനന്തര പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും വേണം എന്ന് പറയുകയും ചെയ്തപ്പോൾ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ട ശേഷം യുവാവ് ചെയ്ത വസിയത്തുകളെല്ലാം നിർവഹിക്കുകയും ചെയ്തു. അന്ന് രാത്രി, അഥവാ മരണപ്പെട്ട ദിവസം രാത്രി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ സമീപത്ത് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോൾ ചെറിയൊരു മയക്കം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആ സമയത്ത് ഒരു അശരീരി കേൾക്കുകയാണ്, ഓ സുഫിയാൻ, നിങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടതില്ല. അപ്പോൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനുള്ള ഉത്തരം, അദ്ദേഹം പരിശുദ്ധ റമളാനും ശേഷം ശവ്വാൽ 6 ദിവസം തുടരെയും നോമ്പനുഷ്ഠിച്ച വ്യക്തിയാണ്. ഇത് കേട്ടപ്പോൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു, മയക്കത്തിൽ നിന്ന് ഉണർന്നു. അങ്ങനെ പരിസരം നോക്കുമ്പോൾ അവിടെയൊന്നും ആരും കാണുന്നില്ല. അദ്ദേഹം വുളു ചെയ്തുകൊണ്ട് നിസ്കരിച്ചു, വീണ്ടും ഒന്ന് കിടന്നു. വീണ്ടും മയക്കം വന്നപ്പോൾ ആ സമയത്തും ഇതേ അശരീരി കേൾക്കുകയാണ്. അങ്ങനെ 3 വട്ടം ചെയ്തപ്പോൾ
ഇത് യഥാർത്ഥ സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പണ്ഡിതൻ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ നോമ്പ് അനുഷ്ഠിക്കാനും ശേഷം ശവ്വാൽ 6 നോമ്പിനും എനിക്ക് നീ സൗഭാഗ്യം നൽകണമേ എന്ന്. ഇത്രയും മഹത്വമുള്ള ഈ ബൈനോമ്പ് നാം ഓരോരുത്തരും അനുഷ്ഠിക്കുക. കഴിയുമെങ്കിൽ നാളെ മുതൽ 6 ദിവസം തുടർച്ചയായി തന്നെ ചെയ്യാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിതം സന്തോഷത്തോടുകൂടി ജീവിച്ച് മരണസമയം പരിപൂർണ ഈമാൻ കാമിലായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധമായ പെരുന്നാൾ സുദിനത്തിൽ ഇന്ന് സുബ്ഹി നിസ്കാര ശേഷം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 വട്ടം ചൊല്ലി മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനാത്തുകളുടെയും ഖബറിൽ സന്തോഷം ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ. അത് കാരണം നാളെ നാം ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കാനുള്ള അവസരം അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുകയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോകളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ലൈക്കും കമന്റുമൊക്കെ തന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.